റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച വേണമെന്ന് ആവർത്തിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഇസ്താംബൂളിൽ നാളെ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ താൻ എത്തുമെന്നും സെലൻസ്കി അറിയിച്ചു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് ഇസ്താംബൂളിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. 2022 മാർച്ചിലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ അവസാനമായി നടന്നത്. മുൻകൂട്ടിയുള്ള നിബന്ധനകളില്ലാതെ ചർച്ചയാകാമെന്നാണ് റഷ്യയുടെ നിലപാട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കുന്നതിന് കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും കൃത്യമായ നിർദ്ദേശങ്ങൾ യുക്രൈന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് സജ്ജമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിക്കുന്നത്. നേരത്തെ കരിങ്കടലിലെ യുക്രൈൻ തുറമുഖങ്ങളെ ആക്രമിക്കില്ലെന്നും യുക്രൈന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കില്ലെന്നും റഷ്യ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നാളെ ഇസ്താംബൂളിൽ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകളിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കണമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ആവശ്യം. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ റഷ്യ ഇതുവരെ നൽകിയിട്ടില്ല. റഷ്യയുമായുള്ള സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് നിർദ്ദേശം നൽകിയിരുന്നു. പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾ അനിവാര്യമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെലൻസ്കിയും. 30 ദിവസത്തെ വെടിനിർത്തലിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും നിലപാടെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.